പിന്നെ ഇതിലെ ശാന്തികൃഷ്ണയുടെ ക്യാരക്ടറിനെ മമ്മൂട്ടി ഭാര്യനെ വിളിക്കുന്നത് വാവ എന്നാണ്. ഇത് ഉമ്മൻചാണ്ടി റിയൽ ലൈഫിൽ ഭാര്യനെ വിളിച്ചിരുന്നതാണ് വാവ. അപ്പൊ ഈ നമ്മുടെ അന്നത്തെ പ്രമുഖ പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ അവരുടെയൊക്കെ ഫാമിലി ലൈഫിലെ കുറെ ഇൻസിഡൻസ് അവർ തന്നെ പറഞ്ഞതാണ് ബാലേന്ദ്രമേനോൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ പ്രേക്ഷകർക്ക് വളരെയധികം കണക്ട് ആയി. കാരണം അതുവരെ രാഷ്ട്രീയ സിനിമകൾ പോലെ കുറെ നെടുനീളൻ ഡയലോഗുകൾ അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസുകൾ അതൊന്നും മാറി ഒരു ബാലേന്ദ്രമേനോൻ ടച്ച്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ നമ്മളിപ്പോൾ കാണുമ്പോൾ പല ആളുകളും വിചാരിക്കുന്ന ഒരു സത്യൻ അന്തിക്കാട് സിനിമയാണ്. കാരണം സത്യൻ അന്തിക്കാടിന്റെ ഒരു സിനിമ പോലെയാണ്, പക്ഷെ അതിൽ ഒരു ബാലേന്ദ്രമേനോൻ ഒരു ടച്ചും വന്ന് അതൊരു ഫ്രഷ് ഫീലാണെന്ന് ഓഡിയൻസിന് കിട്ടിയത്. ഇത് 91 വിഷു സമയത്താണ് റിലീസ് ചെയ്തത്. അതൊരു ബാലേന്ദ്രമേന്റെ അന്ന് സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നത് എപ്പോഴും ഫെസ്റ്റിവൽസിലാണ്. അദ്ദേഹം എപ്പോഴും 3 ഫെസ്റ്റിവൽ, അതായത് വിഷു, ഓണം, ക്രിസ്മസ്, ഈ 3 ഫെസ്റ്റിവൽസിനാണ് റെഗുലർ ആയിട്ട് സിനിമകൾ റിലീസ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ഫാമിലി ഓഡിയൻസ് എല്ലാം ബാലേന്ദ്രമേന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിരിക്കും.